ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വചനങ്ങൾ. അവർ അപ്പത്തെക്കുറിച്ച് ഗ്രഹിച്ചിരുന്നില്ല, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു എന്നാണ് സുവിശേഷത്തിന്റെ ഒടുവിലായി നാം വായിച്ചു കേൾക്കുന്നത്. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. ഇതേ പ്രയോഗം നമ്മൾ കണ്ടുമുട്ടുന്നത് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യരെ കുറിച്ച് പ്രതിപാദിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടാണ്. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. കാരണം ഈശോ പ്രവർത്തിച്ച വലിയ അത്ഭുതത്തിന് തൊട്ട് ശേഷമാണ് ഈ യാത്രാ അനുഭവം അവർക്കുണ്ടാകുന്നത്. തങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരാൾ തങ്ങളോടൊപ്പമുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ മറന്നുപോകുന്നു. ക്രിസ്തു അവരോടൊപ്പം വന്നു ചേരുമ്പോൾ അവരുടെ യാത്ര സുഗമമായി മാറുന്നു, അശാന്തി ശാന്തിയായി മാറുന്നു. ഒരാൾ നടക്കേണ്ട വഴിയും എത്തിച്ചേരേണ്ട വീടും ക്രിസ്തുവാണെന്ന് പറഞ്ഞത് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് 16-ാമൻ പാപ്പയാണ്. ക്രിസ്തുവിനോട് കൂടെ അല്ലാതെയുള്ള യാത്രയെല്ലാം വെറും അലച്ചിലുകളാണ് എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയെല്ലാം തീർത്ഥാടനമായി മാറുന്നു എന്നുള്ള തിരിച്ചറിവും ഒരാൾക്ക് ഉണ്ടാകണം. ഈശോയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചതിന് ശേഷമാണോ ഞാൻ യാത്ര ചെയ്യുന്നത്, ഈശോയോടൊപ്പമാണോ ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന് ഓരോ ക്രൈസ്തവനും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കും ഈ ഒരു പരിശോധന നടത്താം. ഈശോയുടെ കൂടെ തന്നെയാണോ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈശോ പറഞ്ഞ വഴിയിലൂടെ തന്നെയാണോ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈശോയോട് ചേർന്നുള്ള യാത്ര നാം നടത്താൻ തയ്യാറാകുമ്പോൾ, അതിന് നാം പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ യാത്രകളെല്ലാം തീർത്ഥാടനമായി മാറുന്നത് എന്ന് നമുക്കും മറക്കാതിരിക്കാം. അതിന് ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.